ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ ടേസ്റ്റി ആയിട്ട് തന്നെ തയ്യാറാക്കി കഴിക്കാൻ പറ്റിയ നല്ലൊരു പപ്പായ പ്രഥമനാണ്. ഇനിയിപ്പോൾ വിഷുക്കാലമാണ് വരാൻ പോകുന്നത്. ഈ ഒരു വിഷുക്കാലത്തിൽ നിങ്ങളുടെ വീട്ടിൽ നിത്യമുള്ള ഈ ഒരു പപ്പായയെ വെച്ചിട്ട് ഇതുപോലൊരു പ്രഥമനെ തയ്യാറാക്കിക്കോളൂ. അത്രയും ടേസ്റ്റാണ് ഈ ഒരു പ്രഥമനെ കഴിക്കാനായിട്ടും. നമ്മൾ ഈ പ്രഥമനെ തയ്യാറാക്കിയാൽ ഇത് പപ്പായ വെച്ചിട്ടാണ് തയ്യാറാക്കിയതെന്ന് ആർക്കും തന്നെ മനസ്സിലാവുക പോലും ഇല്ല. നമ്മുടെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ള എല്ലാ പായസം വീഡിയോസ് കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കിയ എൻ്റെ കൂട്ടുകാർക്ക് ഈ ഒരു വീഡിയോയും ഒരുപോലെ തന്നെ ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നല്ലൊരു പപ്പായ പ്രഥമൻ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്ക് വീഡിയോയിൽ കാണാം. പപ്പായ പ്രഥമൻ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് 1/2 കിലോ അളവിൽ പപ്പായ കഷ്ണങ്ങളാക്കി ഒന്നെടുത്ത് വെച്ചിട്ടുണ്ട്. പ്രഥമൻ തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് നല്ല പഴുത്ത പപ്പായയാണ് നമുക്ക് വേണ്ടത്. ഇനി പ്രഥമനിലേക്ക് ചേർക്കുന്നതിനായിട്ട് 125 ഗ്രാം അളവില് ചവരിയെ നേരത്തെ തന്നെ ഒന്ന് കഴുകി വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുള്ളതാണ്. ഇനി പപ്പായ കഷ്ണങ്ങളെ ഒന്ന് വേവിച്ചെടുക്കാം. ഇതിനായിട്ടൊരു കുക്കറിലേക്ക് മാറ്റിയിട്ട് 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് ഒരു 2 വിസിൽ വരുന്നത് വരെയും വേവിച്ചെടുക്കണം. പപ്പായ കഷ്ണങ്ങൾ വേവിക്കാൻ അടുപ്പിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു അടുപ്പിൽ നമുക്ക് ചവരിയും ഒന്ന് വേവിച്ചെടുക്കാം. ചൂടായ വെള്ളത്തിലേക്ക് ചവരിയെ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നല്ലതുപോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം. ചവരിയെ കുതിർത്തി വേവിക്കുമ്പോഴാണ് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നത്. ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ചവരി നല്ലതുപോലെ വെന്ത് വീർത്തൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തിളച്ച വെള്ളത്തിൽ നിന്നും മാറ്റിയിട്ട് നല്ലതുപോലെ ഒന്ന് കഴുകി ഇതിൻ്റെ സ്റ്റാർച്ച് എല്ലാം ഒന്ന് കഴുകി വയ്ക്കണം. 2 വിസിൽ കൊണ്ട് തന്നെ നമ്മുടെ പപ്പായ കഷ്ണങ്ങളും വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി പപ്പായ കഷ്ണങ്ങളെ നല്ലതുപോലെ ഒന്ന് കയ്യിൽ വെച്ച് ഉടച്ചതിന് ശേഷം ചൂടാറാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. ചൂടാറി വരുമ്പോഴേക്കും നമുക്കിതിനെ ഒരു മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചുകൂടെ വെക്കണം. അതിനുശേഷം നമുക്ക് പ്രഥമൻ തയ്യാറാക്കാൻ തുടങ്ങാം. പപ്പായ പ്രഥമൻ തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ചുവട് കെട്ടിയുള്ള ഉരുളിയാണ് അടുപ്പിലേക്ക് വെച്ചിട്ടുള്ളത്. ഉരുളി ഇപ്പോൾ ചൂടായി വന്നിട്ടുണ്ട്. ഞാനിതിലേക്ക് 50 ഗ്രാം അളവില് നെയ്യാണ് ചേർത്തിട്ടുള്ളത്. നെയ്യ് നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 50 ഗ്രാം അളവില് കാഷ്യൂസും റേസിൻസും എടുത്തിട്ടുണ്ട്. ആദ്യമേ നമുക്ക് കാഷ്യൂസിനെ ഫ്രൈ ചെയ്ത് മാറ്റാം. ഈ ഒരു സമയത്ത് നമ്മുടെ പപ്പായ നല്ലതുപോലെ ചൂടാറി വന്നപ്പോൾ മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചുകൂടെ വെച്ചിട്ടുണ്ട്. ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ കാഷ്യൂസ് നല്ലതുപോലെ ഫ്രൈ ആയി വന്നു. ഞാനിതിലേക്ക് റേസിൻസ് കൂടി ചേർത്ത് ഒന്നുകൂടി ഫ്രൈ ചെയ്തെടുക്കുവാണ്. നല്ലതുപോലെ മൂത്ത് വന്നപ്പോൾ നമുക്കിതിനെ ഒന്ന് കോരിയും കൂടെ മാറ്റണം. ഇനി ഇതേ നെയ്യിലേക്ക് തന്നെ പപ്പായ അരച്ചത് കൂടി ചേർക്കുവാണ്. പപ്പായ കൂടി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിന് നല്ലതുപോലെ നെയ്യിലിട്ട് കൊടുത്തൊന്ന് വരട്ടിയും കൂടി എടുക്കണം. ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ പപ്പായയിലെ വെള്ളമെല്ലാം വറ്റി നല്ലതുപോലെ വരണ്ടു വരും. ആ ഒരു സമയം വരെയാണ് നമുക്ക് ഇതുപോലെ തന്നെ നെയ്യിലിട്ട് വരട്ടിയെടുക്കേണ്ടത്. ഇപ്പോൾ നമ്മുടെ പപ്പായയിലുള്ള വെള്ളമെല്ലാം നല്ലതുപോലെ ഒന്ന് വറ്റി കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിനായിട്ട് ശർക്കര പാനിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ 700 ഗ്രാം ശർക്കരയെ 1/2 ലിറ്റർ വെള്ളത്തിലൊന്ന് ഉരുക്കി അരിച്ചു വെച്ചിട്ടുള്ളതാണ്. ഇനിയിപ്പോൾ ശർക്കര പാനി കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നമുക്കിതിനെ നല്ലതുപോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അതിനുശേഷം ശർക്കരയും പപ്പായയും ചേർന്ന് നല്ലതുപോലെ ഒന്ന് തിളച്ച് വറ്റി കുറുകി വരണം. അതുവരെയും നമുക്കൊന്ന് ഇളക്കിക്കൊണ്ട് തന്നെ ഇതിനെ തിളപ്പിച്ചെടുക്കാം. വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ ശർക്കരപ്പാനി നല്ലതുപോലെ ഒന്ന് തിളച്ചൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതിലെ വെള്ളം ഒന്ന് വറ്റി കിട്ടണം. അതുവരെയാണ് നമുക്ക് ഇളക്കിക്കൊണ്ട് തന്നെ ഇതിനെ ഒന്ന് വറ്റിച്ചെടുക്കേണ്ടത്. ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ പപ്പായയും ശർക്കരപ്പാനിയും നല്ലതുപോലെ ഒന്ന് തിളച്ച് വറ്റി കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് 2ാം പാലാണ്. 1 ലിറ്റർ 2ാം പാൽ എടുത്തു വെച്ചിട്ടുണ്ട്. 1/2 ലിറ്റർ 1ാം പാലും നമുക്ക് ആവശ്യമായിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ശർക്കര പാനിയിൽ കിടന്ന നമ്മുടെ പപ്പായ നല്ലതുപോലെ വറ്റി കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചവ്വരിയെയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ചവ്വരിയെ ചേർക്കുമ്പോൾ നല്ലതുപോലെ വാഷ് ചെയ്തതിന് ശേഷമായിരിക്കണം ചേർക്കേണ്ടത്. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ പ്രഥമൻ കുറുകി വരാനൊക്കെ സാധ്യത കൂടുതലാണ്. ചവ്വരിയെ ചേർത്ത് കഴിഞ്ഞാൽ ഇതിലെ കട്ടകൾ കൂടെ നല്ലതുപോലെ ഒന്ന് ഉടച്ചും കൂടെ കൊടുക്കണം. പ്രഥമനൊക്കെ തയ്യാറാക്കുമ്പോൾ നമ്മുടെ പായസത്തിന് നല്ല കളറൊക്കെ കിട്ടുന്നതിനായിട്ട് മറയൂർ ശർക്കരയോ കോട്ടയം ശർക്കരയോ വാങ്ങാവുന്നതാണ്. ഈ സമയം കൊണ്ട് തന്നെ ചവ്വരിയിലെ കട്ടകളെല്ലാം ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ പ്രഥമൻ ഒന്നുകൂടെ കുറുകി വരുന്ന പാകത്തിലേക്കായി കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്നുകൂടി ഒരു 5 മിനിറ്റ് നേരം തിളച്ച് കഴിഞ്ഞാലും മതിയാകും. അതിനുശേഷം നമുക്കിതിലേക്ക് 1 ലിറ്റർ 2ാം പാല് ചേർത്ത് കൊടുക്കണം. ഇനി 2ാം പാല് കൂടി ഒഴിച്ചു കൊടുത്താൽ നല്ലതുപോലെ തിളച്ചൊന്ന് വറ്റി വരണം. പ്രഥമനൊക്കെ തയ്യാറാക്കുമ്പോൾ ഇതുപോലെ തേങ്ങാപ്പാലും ശർക്കര പാനിയൊക്കെ നല്ലതുപോലെ വറ്റിച്ച് കുറുക്കിയെടുക്കേണ്ടതാണ്. 2ാം പാലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്നുകൂടി തിളച്ചൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ 2ാം പാലും വറ്റി കുറുകിയ പാകത്തിലേക്കായി കിട്ടണം.
ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ രണ്ടാം പാല് നല്ലതുപോലെ ഒന്ന് വറ്റി കുറുകി പാകമായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒന്നാം പാലും കൂടി ചേർത്ത് കൊടുക്കുന്ന താമസം മാത്രമേ ഉള്ളൂ. നമ്മുടെ പ്രഥമനെ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എനിക്കൊരു 25 മിനിറ്റാണ് സമയം എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ 1/2 ലിറ്റർ ഒന്നാം പാൽ കൂടി ചേർത്ത് കൊടുത്തിട്ട് ഫ്ലെയിമിങ് ഓഫ് ചെയ്ത് കൊടുക്കുവാണ്. ഒന്നാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ തിളപ്പിക്കേണ്ട ആവശ്യമൊന്നും തന്നെയില്ല. ഒന്ന് ഇളക്കി കൊടുത്ത് തന്നെ ഇതിനെ ഒന്ന് യോജിപ്പിച്ചെടുത്താൽ മാത്രം മതിയാകും. ഇനി നമ്മുടെ പ്രഥമന് നല്ലൊരു സ്വാദ് കിട്ടുന്നതിനായിട്ട് ചുക്കും ഏലക്കായും കൂടി പൊടിച്ച പൊടി കൂടി ചേർക്കണം. അതിനുശേഷം ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ പ്രഥമൻ ഇവിടെ റെഡിയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തന്നെ ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുള്ള ക്യാഷ്യൂസും റൈസിൻസുമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയുള്ള കൂട്ടുകാരെ, നല്ലൊരു പ്രഥമൻ തയ്യാറാക്കി എടുക്കാനും വേണ്ടിയിട്ട് ഇതുവരെയും നിങ്ങൾ പപ്പായ വെച്ചിട്ടൊരു പ്രഥമൻ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഈ ഒരു വിഷുനാളിൽ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. പരിപ്പ് പ്രഥമനും അടപ്രഥമനും ഉണ്ടാക്കുന്ന അത്രയും സമയമൊന്നും ആവശ്യമില്ല ഈ ഒരു പ്രഥമനെ തയ്യാറാക്കാനും വേണ്ടിയിട്ട്. ഈ വരുന്ന വിഷുനാളിന് വളരെ എളുപ്പത്തിലും രുചികരമായിട്ടും തയ്യാറാക്കി കഴിക്കാൻ പറ്റിയ നല്ലൊരു പ്രഥമൻ കൂടിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. നമ്മൾ ഈ പ്രഥമനെ കഴിക്കുമ്പോൾ ഇതൊരു പപ്പായ കൊണ്ട് തയ്യാറാക്കിയതാണെന്ന് ആരും തന്നെ പറയില്ല കേട്ടോ. അത്രയും സ്വാദാണ്. ഒരിക്കലെങ്കിലും നിങ്ങൾ ഇതുപോലൊരു പായസം തയ്യാറാക്കി നോക്കണേ. പ്രഥമൻ തയ്യാറാക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ കൂടി സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളെല്ലാം കമൻസ് ആയിട്ട് അറിയിക്കാനും മറന്നുപോകരുത്. നിങ്ങൾ തരുന്ന ഓരോ വാക്കുകളുമാണ് മറ്റുള്ള ആളുകളിലേക്ക് നമ്മുടെ വീഡിയോ എത്തപ്പെടുന്നത്. വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങളുടെ വിലയേറെ ലൈക്കുകൾ കൂടി തന്നൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാരെ. അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് ഒക്കെ ആയിട്ട് ഞാൻ നാളെ ഓടിയെത്തുന്നതാണ്. അതുവരെയും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാരോടും ഇനിയും കാണാനിരിക്കുന്ന എൻ്റെ പ്രിയ കൂട്ടുകാരോടും ഒത്തിരി നന്ദി സ്നേഹമൊക്കെ അറിയിച്ചുകൊണ്ട് നാളെ രാവിലെ ഓടിയെത്താം. അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.